ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ സാധിച്ചു തരുമോ? ചേട്ടാ ഞാൻ പറയണമെന്ന് കേള്. ചേട്ടാ എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഹോട്ട് വീൽസ് ഉണ്ട്. അവർ കളിക്കുമ്പോൾ ഞാൻ നോക്കിയിരിക്കും. എന്നെ അവർ കൂട്ടാറ് പോലും ഇല്ല. മോനെ അപ്പു, നിനക്ക് ഇപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ കളിപ്പാട്ടങ്ങളുണ്ട്. അതിൽ പല നീ തൊട്ടുപോലും നോക്കാറില്ല. വെറുതെ എന്തിനാണ് ആവശ്യമില്ല പൈസ ചിലവാക്കുന്നത്? ചേട്ടാ അതൊക്കെ എനിക്കറിയാം. ഇതും കൂടെ കൂട്ടിയ അവസാനത്തെയാണ്. ഞാൻ ഇനിയൊന്നും മനസ്സിലാകാൻ തർക്കിക്കും. ചേട്ടൻ്റെ അവസ്ഥ നിനക്ക് അറിയാമല്ലേ. ചേട്ടൻ പഠിക്കാത്തതുകൊണ്ടാണ് ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടുന്നത് പൈസ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് തന്നെ പഠിക്കാൻ പറയുന്നത്. ഈ സാധനങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ ആകെ ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ പഠിത്തവും അറിവുമാണ്. അതില്ല ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ചേട്ടാ ഇതൊക്കെ എനിക്ക് വാങ്ങിച്ചു തരാൻ അമ്മയും അച്ഛനും പറയാൻ ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഇപ്പം ഇല്ല എന്ന് വെച്ച് എന്തെങ്കിലും നിൻ്റെ ആഗ്രഹത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ടോ? നിൻ്റെ ഏതാഗ്രഹം ഈ ചേട്ടൻ സാധിച്ചു തന്നിട്ടില്ലേ? അതുകൊണ്ട് ചേട്ടൻ പറയണം, അമ്മ ഒന്ന് കേൾക്ക്. നീ പഠിച്ച് വലിയൊരാളാണ്, എന്നിട്ട് ഇതിനേക്കാളും വലിയൊരു കാർ നീ മേടിക്കുന്നു. കരയാൻ വേണ്ടി പറഞ്ഞതല്ല, ചിരിക്കടാ ഒന്ന്. ചേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തരാമോ? പലർക്ക രാവിലെ തന്നെ പ്രാന്ത് പിടിച്ചിരിക്കണം, അപ്പോഴാണ് അവൻ്റെ ആഗ്രഹം. ശരി ചേട്ടാ. ഒന്നെങ്കിൽ വന്നാണ്. അല്ല, നിനക്ക് എന്ത് ആഗ്രഹമാണ് സാധിക്കേണ്ട? അല്ല, മുട്ടായാണെങ്കിൽ ചേട്ടൻ വാങ്ങിച്ചു തരാം. അതൊന്നുമല്ല ചേട്ടാ, എനിക്കൊരു ഹോട്ട് വീൽസ് വേണം. വീലിൻ്റെ വാങ്ങാനുള്ള പൈസ എൻ്റെ ഇല്ല. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിനക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നീ ദൈവത്തിനോട് പറയണം. അത് ദൈവം എന്തായാലും കേൾക്കും. പക്ഷെ ദൈവം കേൾക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്തേ പറ്റൂ. അത്ര വലിയ കാര്യമൊന്നുമല്ല, നീ പേടിക്കാൻ ചെറിയൊരു കാര്യം. അതെന്തോന്ന് വെച്ചാൽ, നിനക്കിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അതൊരു ബലൂൺ എഴുതാം. എന്നിട്ട് അതൊരു മരത്തിൽ കൊണ്ട് കെട്ടിയിടണം. എന്നെങ്കിലും ആ ബലൂണിന് തോന്നുമ്പോൾ ആ കെട്ട് പൊടിച്ച് ബലൂൺ അങ്ങ് പോവും. അതെവിടെ പോയെന്ന് നിനക്കറിയോ? ദൈവത്തിൻ്റെ അടുത്ത്. അങ്ങനെയാണെങ്കിൽ അതെനിക്ക് ദൈവം സാധിച്ചു തരുമായിരിക്കും അല്ലേ? പിന്നെ അല്ലാണ്ട്, അത് നേരെ ദൈവത്തിൻ്റെ അടുത്തല്ലേ പോണത്. നിനക്ക് എന്തായാലും സാധിച്ചു തരും. നീ ധൈര്യമായിട്ട് വയ്ക്കും. കിരണേ, എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ വിളിച്ചാൽ ഫോൺ എടുക്കണമെന്നുള്ളത്. നിങ്ങളുടെ മനം മറിക്കുന്ന ജോലിയൊന്നുമില്ലല്ലോ. ചുമ്മാ മറ്റവന്മാരുടെ കറങ്ങി കൊണ്ട് ഇടക്കില്ലേ നീ? എടേ അത്യാവശ്യമാണ് വിളിക്കുന്നത്, ജസ്റ്റ് ഒരു മിനിറ്റ് എടുത്തിട്ട് വെച്ചാൽ പോലെ. എടേ ചേട്ടാ, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇൻസ്റ്റ പറഞ്ഞ ആകെ തലപരാൻ തുടിച്ച് നടക്കും. ആകെ മനസ്സാനം കിട്ടുന്നത് ഉമ്മാരോടെ കറങ്ങാൻ പോകുന്നതാണ്. ഇടയ്ക്ക് ഫോൺ എടുക്കാറില്ല, അതാണ് സൈലൻ്റാക്കി വെക്കണം. എടേ, ഇനി ഞാൻ നിൻ്റെ കാമുകിയൊന്നുമില്ല. നീ പറഞ്ഞ ലോഡ് ഇറക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. പൈസ ഇട്ടില്ലാതെ ലോഡ് ഇറക്കാൻ പറ്റുള്ളൂ. നിൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, പൂത്ത പണമല്ലേ. അതുകൊണ്ട് മേലെ ഇങ്ങനത്തെ പരിപാടി നീ കാണിക്കും. ചേട്ടൻ ധൈര്യമായിട്ട് പോ. ഇനി ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഫോൺ സൈലൻ്റ് ആക്കൂല, പോരെ? ഇനി അഥവാ സൈലൻ്റ് ആണെങ്കിൽ ഞാൻ നല്ല തിരിച്ച് വിളിച്ചോളാം. ശരി ശരി, ഞാൻ പോയിട്ട് വരാം, എനിക്ക് വേറെ വർക്കുണ്ട്. എടുക്കണേടേ വിളിച്ചാൽ. മോനെ, എന്തിനാണ് ഇവിടെ കെട്ടിയിടുന്നത്? ചേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് ദൈവത്തിന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത് കെട്ടിട്ടത്. അത് കൊള്ളാല്ലേ. നീ എന്തായാലും ഇതിവിടെ കെട്ടിയിട്, ദൈവം എന്തായാലും കാണാതിരിക്കില്ല. ചേട്ടാ ഇത് ആരെങ്കിലും ഇവിടെ ഒന്ന് എടുത്തോണ്ട് പോണോ നോക്കണേ. ഇത് ഞാൻ നോക്കിക്കോളാം. ഇതിവിടുന്ന് അങ്ങനെ ആരും എടുത്തോണ്ട് പോകില്ല, ഇത് ദൈവത്തിൻ്റെ അടുത്ത് തന്നെ. അല്ല, മോൻ്റെ വീട് എവിടെയാ?
എൻ്റെ വീട് ഇവിടെ താഴെയാണ്, 3-ാമത്തെ വീട്. ശ്രദ്ധിച്ചു പോണേ മോനെ.